നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിനെ എങ്ങനെ 10x ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർഷങ്ങളോളം തപസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ക്രിയേറ്റിവിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, ഓരോ സൂപ്പർ ഹ്യൂമൻ പവറൊക്കെ കിട്ടുന്നത്. ബട്ട് ഇന്ന് നമ്മുടെ ടെക്നോളജി അത്രയും ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സോ വർഷങ്ങളോളം തപസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. സോ എങ്ങനെയാണ് AI യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ 10x ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് വർക്ക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ യൂട്യൂബ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, ഓർ ബ്ലോഗ് തയ്യാറാക്കുന്ന വ്യക്തികളായിക്കോട്ടെ, കണ്ടന്റ് റൈറ്റേഴ്സ്, കോപ്പി റൈറ്റേഴ്സ്, ഓർ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന ആളുകൾ, എനി ക്രിയേറ്റീവ് വർക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിനെ 10x ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ പറയാൻ പോകുന്ന AI ടൂൾ വെച്ചിട്ട് നമുക്ക് സാധിക്കും. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ കണ്ടന്റിൻ്റെ ദുർലഭ്യത. ഫോർ എക്സാമ്പിൾ ഒരു 10 കണ്ടന്റ് നമുക്കൊരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരു 11th കണ്ടന്റ് എന്ത് കണ്ടന്റാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ മേ ബി ഒരു കണ്ടന്റ് ഐഡിയ കിട്ടുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ തട്ടിക്കുട്ടി വെക്കാം. സോ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കണ്ടന്റിന്റെ ദുർലഭ്യത ഉണ്ടാകാൻ പറ്റില്ല. സോ അവരുടെ വർക്കിന് അത് ബാധിക്കും. ഒരുപാട് കോമ്പറ്റീഷൻസ് ഉള്ള വേൾഡാണ് നമ്മുടെ. സോ നമ്മുടെ മാക്സിമം ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ കാണുന്ന ഒരു വീഡിയോസ്, ഒരു പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാകും. ഒരു സ്പെസിഫിക് കണ്ടന്റിനെ കുറിച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഉണ്ടാവുക. ഒരു വീഡിയോയുടെ ഒരു 2 സെക്കൻഡ് വീഡിയോ ആയിക്കോട്ടെ, ഒരു 5 സെക്കൻഡ് വീഡിയോ ആയിക്കോട്ടെ, ഒരു 2 മിനിറ്റ് വീഡിയോ ആയിക്കോട്ടെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതും പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നതല്ല. സോ ഇതിനു പിന്നാലെ ഒരുപാട് പേരുടെ ടൈമുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണേണ്ട രീതിയിലാക്കാൻ വേണ്ടി എനിക്ക് മേ ബി ഒരു 24 hours ഒക്കെ ടൈം എടുക്കാം. സോ അത് കാരണം തന്നെയാണ് നമ്മൾ ഡെയിലി ബേസിൽ കണ്ടന്റും അപ്ലോഡ് ചെയ്യാത്തത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയുടെ പിന്നിലും ഒരുപാട് ആളുകളുടെ വർക്ക് ഉണ്ടാവും. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ 2 സെക്കൻഡ് വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ചാനലിലാകുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടൻറ്റ്സ് എന്തായാലും നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കും. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവരുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ 10x ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം, 10x ഓർ 20x, അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. സോ നിങ്ങൾ ഈ ടൂൾ ഞാൻ പറയാൻ പോകുന്ന ടൂൾ യൂസ് ചെയ്യാതെ, ആക്ച്വലി ഇതിന് ടൂളെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഒരു വർക്ക് എളുപ്പമാക്കുന്നത് എന്ത് വേണമെങ്കിലും വിളിക്കാം. സോ എൻ്റെ ഒരു കംഫർട്ടിന് ഞാൻ ഇതിനൊരു ടൂൾ തന്നെ വിളിക്കുകയാണ്. അതായത് ഞാൻ പറയാൻ പോകുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റിവിറ്റി 10x ഓർ 10x ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റീവ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഓർ ക്രിയേറ്റീവ് സ്പേസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ട് കാണും. ഫോർ എക്സാമ്പിൾ കോണ്ടന്റ് റൈറ്റിങ്ങിനാണെങ്കിലും AI ബേസ്ഡ് ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതും ഇതുപോലെയുള്ള ഒരു AI ബേസ്ഡ് ടൂളിനെ കുറിച്ചാണ്. സോ ആക്ച്വലി ഇതൊരു ടൂൾ അല്ലെങ്കിലും ഇപ്പം നമുക്ക് തൽക്കാലം ടൂൾ എന്ന് വിളിക്കാം. ഇത് ആക്ച്വലി എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു എക്സ്റ്റൻഷനാണ്. വെബ് ബ്രൗസറിലെല്ലാം ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഷനാണ് ഇത്. ആക്ച്വലി 100% ഫ്രീ ആണ്. സോ ഇതിൽ 1 ടൈം രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് OpenAI ഒക്കെ പറയുന്നത്. മേ ബി ഇത് പെയ്ഡ് വേർഷൻ ആവാൻ ചാൻസ് ഉണ്ടാവാം. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗൂഗിളിന് വരെ ഒരു കോമ്പറ്റീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ChatGPT എന്ന് പറയുന്ന ടൂള്. ChatGPT ആണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ. ആക്ച്വലി ഇത് ഒരു ചാറ്റ് ബോട്ടാണ്. വെബ് ബ്രൗസറിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്റ്റൻഷനാണ് ChatGPT. സോ ആക്ച്വലി ഇത് OpenAIയിൽ പോയി രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ക്രോമിൽ തന്നെ, ബ്രൗസിങ് സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ പറ്റും. മെറ്റാ ഡിസ്ക്രിപ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്, SEO ഫ്രണ്ട്ലി കണ്ടൻറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ChatGPT യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ്. സോ അത് കാരണം തന്നെ 100% അത് റിയൽ കണ്ടൻറ്റാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഒരു ലാർജ് കണ്ടന്റ് ഒക്കെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോറി തന്നെ, ഒരു സിമ്പിൾ സ്റ്റോറി ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ആ കണ്ടന്റ് സെർച്ച് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ ChatGPT AI ബേസ്ഡിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. സോ ഇത് ടോട്ടലി ഒരു 50% എല്ലാം എന്തായാലും
കണ്ടന്റ് ഒറിജിനൽ ആയിരിക്കാം, 50% കോപ്പി റൈറ്റഡും ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടത് ഐഡിയ ആയിരിക്കാം. സോ ആ ഐഡിയ ChatGPT യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. ജോബ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് ആക്ച്വലി സ്റ്റുഡൻസിനും യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നോട്ട് എഴുതിയിട്ട് പോകണം, അസൈൻമെൻ്റ് ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ChatGPT യൂസ് ചെയ്യാം. സിമ്പിൾ ഹാക്ക്. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. ChatGPT യൂസ് ചെയ്തിട്ട് സ്കൂൾ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ബട്ട് എന്നാലും നമുക്ക് യൂസ് ചെയ്യാം, നോ ഇഷ്യൂ. ആരറിയാൻ. സോ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, കണ്ടൻറ്റിൻ്റെ ദുർലഭ്യത ഉണ്ടാവില്ല. സോ ഇതുപോലെയുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെയുള്ള വീഡിയോ അല്ല, നല്ല കണ്ടൻറ് റിച്ച് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓർ കണ്ടൻറ് റിച്ച് ആയിട്ടുള്ള ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനി ക്രിയേറ്റീവ് വർക്കിന് നിങ്ങൾക്ക് ChatGPT എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതുവരെ ChatGPT യൂസ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ OpenAI എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ അവരുടെ മെയിൻ വെബ്സൈറ്റിലേക്ക് എത്തും. അവിടെ നിങ്ങൾ ഇമെയിൽ യൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഏത് ബ്രൗസറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ChatGPTൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈഡിൽ ChatGPTയും വർക്കാവും. ബിരിയാണി റെസിപ്പി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ChatGPTൻ്റെ സെക്ഷനിൽ നമുക്ക് ബിരിയാണി റെസിപ്പി ചാറ്റ് ബോട്ടിൻ്റെ ഹെൽപ്പോടെ നമുക്ക് കിട്ടും. സോ ഇതാണ് ChatGPTയുടെ പ്രത്യേകത. ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി 10x അല്ല, 20x അല്ല, 40x അല്ല, 50x വേണമെങ്കിൽ 100x എന്നൊക്കെ പറയണതിലൊരു പ്രോബ്ലം ഇല്ലല്ലോ. സോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എന്തായാലും കൂടും, ഡാം ഷുവർ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പറഞ്ഞു വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പറയാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ടാവും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ChatGPTനെ കുറിച്ച് എക്സ്ട്രാ ആയിട്ട് അറിയുകയാണെങ്കിൽ സോ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം, ഞാൻ അത് പിൻ ചെയ്ത് വയ്ക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ. യു ആർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.